മനുഷ്യർ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ഗ്രഹങ്ങളിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്വന്തം ഗ്രഹത്തിലെ സമുദ്രത്തിൻ്റെ 5-10% മാത്രമേ മനുഷ്യന് ഈ 2025 എക്സ്പ്ലോർ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നതാണ് വാസ്തവം. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സത്യത്തിൽ നമ്മുടെ സ്വാഭാവിക ചിന്തകൾക്കും അപ്പുറത്താണ് ആഴക്കടലിൻ്റെ ഭീകരത എന്നതാണ് സത്യം. എന്നാൽ കുറച്ചു കാലങ്ങളായി ആഴക്കടലിൽ രഹസ്യമായും പരസ്യമായും പല പരീക്ഷണങ്ങളും പര്യവേക്ഷണങ്ങളും നടത്തുന്ന രാജ്യമാണ് ചൈന. ഒരു കണക്കനുസരിച്ച് ലോകത്തിലെ എല്ലാ പർവ്വതങ്ങളും എല്ലാ കെട്ടിടങ്ങളും സമുദ്രത്തിലേക്കിട്ടാൽ അത് മുഴുവൻ 3 കിലോമീറ്റർ ആഴമുള്ള വെള്ളത്തിൽ മുങ്ങിപ്പോകുമത്രേ. അപ്പോൾ സമുദ്രം എത്ര ആഴമുള്ളതായിരിക്കും എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. എന്നാൽ ചൈന നടത്തുന്ന പരീക്ഷണങ്ങൾക്ക് പിന്നിൽ കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട് എന്നതാണ് സത്യം. അപ്പോൾ മരിയാന ട്രഞ്ച് പോലെയുള്ള ആഴക്കടലിൽ ചൈന എന്താണ് കണ്ടെത്തിയതെന്നും കടലിൻ്റെ ആഴങ്ങൾ എത്രത്തോളം അപകടം നിറഞ്ഞതാണെന്നുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. ചൈനയുടെ പര്യവേക്ഷണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് കടൽ എത്രത്തോളം ആഴം നിറഞ്ഞതാണെന്നും കടലിൻ്റെ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ അപകടങ്ങളാണ് പതിയിരിക്കുന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് 40 മീറ്റർ താഴെ വരെയുള്ള ഭാഗം സ്കൂബ ഡൈവേഴ്സിന് ഡൈവ് ചെയ്യാൻ അനുവാദമുള്ള സ്ഥലമാണ്. ഇതിന് ശേഷം 93 മീറ്റർ ആഴത്തിലാണ് 1950 മുങ്ങിപ്പോയ പ്രശസ്ത ബ്രിട്ടീഷ് കപ്പലായ ലൂസിറ്റാനിയയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതിനും കുറച്ചുകൂടി താഴെ 100 മീറ്റർ ആഴത്തിൽ ഡൈവേഴ്സിന് വളരെ അപകടകരമാണ്. ഈ പോയിന്റിൽ ഡീപ് സീ ഡൈവേഴ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ വെള്ളത്തിൻ്റെ പ്രഷർ കാരണം അവർക്ക് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ഹെർബർട്ട് നിച്ച് എന്ന ഓസ്ട്രേലിയൻ ഫ്രീ ഡൈവർ 214 മീറ്റർ ആഴത്തിൽ ഒറ്റ ശ്വാസം കൊണ്ട് ഡൈവ് ചെയ്ത് ലോക റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് താഴേക്ക് പോയാൽ 332 മീറ്റർ ആഴത്തിൽ നമുക്ക് സ്കൂബ ഡൈവിങ്ങിൻ്റെ ഏറ്റവും ആഴത്തിലെത്തിയ ലോക റെക്കോർഡ് കാണാം. ഈ ലോക റെക്കോർഡ് ഈജിപ്തുകാരനായ അഹമ്മദ് ഖബറാണ് നേടിയെടുത്തത്. ഇനി 111 മീറ്റർ കൂടി താഴേക്ക് പോയാൽ ആഴം 443 മീറ്റർ ആകും. ഇത് ന്യൂയോർക്കിലെ എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങിൻ്റെ ഉയരത്തിന് തുല്യമാണ്. ഇതിലും താഴെ 500 മീറ്റർ ആഴത്തിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ നീലത്തിമിംഗലം നീന്താറുള്ളത്. കൂടാതെ അമേരിക്കയുടെ ന്യൂക്ലിയർ സബ്മറൈനായിട്ടുള്ള അമേരിക്കൻ സീ വോൾഫ് സബ്മറൈൻ പോലും സമുദ്രത്തിൻ്റെ 500 മീറ്ററിൽ കൂടുതൽ ആഴത്തിലേക്ക് പോകാറില്ല. ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ വെള്ളത്തിൻ്റെ പ്രഷർ ശക്തമാകാൻ തുടങ്ങും. 535 മീറ്റർ ആഴത്തിലുള്ള പ്രഷർ എന്ന് പറയുന്നത് ഒരാളുടെ ശരീരത്തിന് മുകളിൽ ഒരു ഭീമൻ പോത്ത് നിൽക്കുന്നത് പോലെയായിരിക്കും. പക്ഷേ എംപറർ പെൻഗ്വിനുകൾക്ക് ഇത്രയും പ്രഷർ താങ്ങാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് 535 മീറ്റർ ആഴത്തിൽ വരെ നീന്താൻ കഴിയും. ഇതിലും താഴേക്ക് പോയാൽ 830 മീറ്റർ ആഴത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫയെ മൂടാനുള്ള ആഴമായിട്ടുണ്ടാകും. പക്ഷേ അതിലും താഴേക്ക് പോയാൽ 1000 മീറ്റർ ആഴത്തിൽ സമുദ്രത്തിൻ്റെ അന്ധകാരം ആരംഭിക്കുന്നു. അതായത് ഇതിന് താഴെ സൂര്യപ്രകാശം എത്തില്ല, എല്ലാ ഭാഗത്തും ഇരുട്ടായിരിക്കും. ഈ പോയിന്റിൽ വെള്ളത്തിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് 1500 PSI ആയിരിക്കും. അതായത് ഒരു ആഫ്രിക്കൻ പോത്ത് ഒരു നാണയത്തിന് മുകളിൽ നിൽക്കുന്നതിന് തുല്യമാണിത്. പക്ഷേ ഇവിടെ പല ജീവികളും ജീവിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. പ്രധാനമായും ഇവിടെ ജയന്റ് സ്ക്വിഡുകളാണ് ഉണ്ടാകാറുള്ളത്. ഇനി അതിലും താഴേക്ക് പോയാൽ 1250 മീറ്റർ ആഴത്തിൽ ലെതർബാക്ക് സീ ടർട്ടിലുകളെ കാണാൻ കഴിയും. ഇവയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആമകൾ എന്നറിയപ്പെടുന്നത്. കൂടാതെ ഇവയ്ക്ക് 700 കിലോഗ്രാമോളം വരെ ഭാരവും ഉണ്ടാകും. 2000 മീറ്റർ ആഴത്തിൽ നമുക്ക് ബ്ലാക്ക് ഡ്രാഗൺ ഫിഷുകളെ കാണാൻ കഴിയും. ഇവയുടെ നിറം കാരണം ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിച്ച് മാത്രമേ ഇവയെ കാണാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇവയ്ക്ക് അത്ര ഇരുട്ടിലും കാഴ്ചശക്തിയുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഇതിലും താഴേക്ക് പോയാൽ 2250 മീറ്റർ ആഴത്തിലാണ് സ്പേം വെയിൽ, കൊളോസൽ സ്ക്വിഡ് പോലുള്ള ജീവികൾ ജീവിക്കുന്നത്. ഈ കൊളോസൽ സ്ക്വിഡിന് 14 മീറ്റർ നീളവും 750 കിലോഗ്രാമോളം ഭാരവുമുണ്ട്. അതിൻ്റെ ഒരു കണ്ണിന് ഒരു ഫുഡ് പ്ലേറ്റിൻ്റെ അത്രയും വലിപ്പമുണ്ടത്രേ. സത്യത്തിൽ കൊളോസൽ സ്ക്വിഡും സ്പേം വെയിലും പരസ്പരം ശത്രുക്കളാണ്. ഈ ചത്തുപോയ സ്പേം വെയിലിൻ്റെ ശരീരത്തിൽ കാണുന്ന പാടുകൾ ഈ സ്ക്വിഡിൻ്റെ ആക്രമണം മൂലമുണ്ടായതാണെന്ന് കരുതപ്പെടുന്നു. ഇനി 3800 മീറ്റർ ആഴത്തിലാണ് ടൈറ്റാനിക് കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നത്. അതിനും 200 മീറ്റർ താഴെ പോയാൽ, അതായത് 4000 മീറ്റർ ആഴത്തിൽ സമുദ്രത്തിൻ്റെ അബൈസൽ സോൺ എന്ന ഭാഗം തുടങ്ങുന്നു. ഇവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് 11000 PSI ആയിരിക്കും. അതായത് ഇത് ഒരു ഭാരമുള്ള ആന ഒരു നാണയത്തിന് മുകളിൽ നിൽക്കുന്ന ഭാരത്തിന് തുല്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ തലക്ക് മുകളിൽ 50ഓളം ജംബോജെറ്റ് വിമാനങ്ങൾ വെച്ചാലുള്ള ഭാരത്തിന് തുല്യമായിരിക്കും. ഫാങ് ടൂത്ത് ആംഗ്ലർ ഫിഷ്, വൈപ്പർ ഫിഷ് എന്നിവയെപ്പോലുള്ള വിചിത്രമായ ജീവികളെ നമുക്കിവിടെ കാണാൻ കഴിയും.
4781 മീറ്റർ ആഴത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ തകർന്ന ബാറ്റിൽ ഷിപ്പിന്റെ അവശിഷ്ടങ്ങളുണ്ട്. ഇതിലും താഴെ പോയാൽ 6000 മീറ്റർ ആഴത്തിൽ സമുദ്രത്തിന്റെ ഹേഡൽ സോൺ എന്നറിയപ്പെടുന്ന ഭാഗം തുടങ്ങുന്നു. പുരാതന ഗ്രീക്ക് മതത്തിന്റെ ഹേഡസ് മരണത്തിന്റെ ദേവനായി കണക്കാക്കപ്പെട്ടിരുന്നതുകൊണ്ടാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. മരണശേഷം ഹേഡസ് മോശം ആളുകളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അവിടെ നരകം പോലെയാണത്രേ. എന്തായാലും ഈ സോണിൽ വെള്ളത്തിന്റെ പ്രഷർ സമുദ്രത്തിന്റെ ഉപരിതലത്തേക്കാൾ 1100 മടങ്ങ് കൂടുതലാണ്. അതായത് ഇവിടെ വെള്ളത്തിന്റെ പ്രഷർ ഒരു സാധാരണ ബുള്ളറ്റ് പ്രൂഫ് കാറിനെ പോലും ഒറ്റയടിക്ക് നശിപ്പിക്കാൻ തക്ക ശക്തമാണ്. അല്ലെങ്കിൽ 11,000 ആഫ്രിക്കൻ ആനകൾ നമ്മുടെ തലക്ക് മുകളിൽ കയറി നിന്നാലുള്ള ഭാരമുണ്ടാകും. ഇതിലും താഴേക്ക് പോയാൽ 6500 മീറ്റർ ആഴത്തിൽ US നേവിയുടെ റിസർച്ച് സബ്മറൈനുകൾക്ക് സഞ്ചരിക്കാൻ കഴിയും. ഇതിനെ DSV ആൽവിൻ എന്നാണ് വിളിക്കുന്നത്. ഈ ഡീപ്പ് ഓഷൻ സബ്മറൈനാണ് ടൈറ്റാനിക് കണ്ടെത്തിയത്. ഇനി അതിലും താഴെ 8848 മീറ്റർ ആഴത്തിൽ മൗണ്ട് എവറസ്റ്റ് തല കീഴായി മുക്കിയിടാനുള്ള ആഴമെത്തും. ഇതിനുശേഷം 10,008 മീറ്റർ ആഴത്തിലേക്കാണ് 2012 ജെയിംസ് കാമറൂൺ തൻ്റെ സബ്മറൈനിൽ പോയിരുന്നത്. പക്ഷേ 1960 ഡോൺ വാൽഷും ജാക്ക് പിക്കാർഡ് എന്ന 2 പേർ ഇതിലും കൂടുതൽ ആഴത്തിൽ പോയി റെക്കോർഡ് സ്ഥാപിച്ചു. ട്രയസ്റ്റ് എന്ന സബ്മറൈനിൽ 10,916 മീറ്റർ ആഴത്തിലാണ് പോയത്. ഈ സബ്മറൈന് ഇവിടെ എത്താൻ 5 മണിക്കൂർ സമയം എടുത്തിരുന്നു അത്രേ. പക്ഷേ ഇവിടെ വെള്ളത്തിൻ്റെ പ്രഷർ വളരെ കൂടുതലായതുകൊണ്ട് സബ്മറൈനിൻ്റെ ഒരു ഭാഗത്ത് വിള്ളലുണ്ടായിരുന്നു. അതിനാൽ തന്നെ അവർക്ക് ഉടൻ തന്നെ മുകളിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഇനി ഇതിലും താഴേക്ക് പോയാൽ 10,972 മീറ്റർ ആഴം ഒരു കൊമേഴ്ഷ്യൽ വിമാനം പറക്കുന്ന ഉയരത്തിന് തുല്യമാണ്. ഒടുവിൽ മനുഷ്യന് പോകാൻ കഴിഞ്ഞ ഏറ്റവും പരമാവധി ആഴം ഏകദേശം 11,000 മീറ്ററാണ്. സമുദ്രത്തിലെ ഈ സ്ഥലം ചലഞ്ചർ ഡീപ്പ് എന്നറിയപ്പെടുന്നു. മരിയാന ട്രെഞ്ചിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഗുമിഗോസിന്റെ അടുത്തുള്ള ഒരു സമുദ്രമാണ്. എന്നാൽ അവസാനമായി 2020 ചൈനയാണ് ഫെൻഡൌഷെ എന്ന ഒരു മുങ്ങിക്കപ്പലിൽ 3 പേരെ ഇരുത്തി മരിയാന ട്രെഞ്ചിന്റെ ആഴങ്ങളിലെത്തിയത്. ചൈന ഇത്രയും ചെയ്ത് നിർത്തിയില്ല. അവർ കൂടുതൽ വേഗത്തിൽ ചെറിയ മുങ്ങിക്കപ്പലുകളും ഓട്ടോമേറ്റഡ് റോബോട്ടുകളും ഉണ്ടാക്കി കടലിനടിയിലേക്ക് ഇറക്കാൻ ആരംഭിച്ചു. 2024 ചൈന ഇവിടേക്ക് ഒരു റോബോട്ടിനെ അയച്ചിരുന്നു. അതിൻ്റെ വലിപ്പം ഒരു ഷൂ ബോക്സിൻ്റെ അത്ര മാത്രമായിരുന്നു. ആ റോബോട്ട് സ്വയം കടലിൻ്റെ അടിത്തട്ട് സ്കാൻ ചെയ്ത് സുരക്ഷിതമായി തിരികെ വന്നു. സത്യത്തിൽ വലിയ ചിലവിൽ വലിയ സബ്മറൈനുകൾക്ക് പകരം ഇത്തരം റോബോട്ടുകളാണ് കടലിൻ്റെ അടിഭാഗം എക്സ്പ്ലോറേഷൻ നടത്താൻ ഉത്തമം. അതുകൊണ്ട് ഇപ്പോൾ ചൈന പലതരം ഓട്ടോമേറ്റഡ് റോബോട്ടുകളെ ഇതിനായി നിർമ്മിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ പര്യവേക്ഷണങ്ങൾ പ്രധാനമായും മീഥേൻ ഹൈഡ്രേറ്റിനും പോളിമെറ്റൽ നോഡ്യൂളുകൾക്കും വേണ്ടിയാണ്. മീഥേൻ ഹൈഡ്രേറ്റ് എന്നും ഫയർ ഐസ് എന്നും അറിയപ്പെടുന്ന ഇവ ഭാവിയിൽ ഇന്ധനമായി ഉപയോഗിക്കാവുന്ന നാച്ചുറൽ ഗ്യാസുകളാണ്. കൂടാതെ പോളിമെറ്റൽ നോഡുകൾ മോഡേൺ ബാറ്ററികൾക്കും ഇലക്ട്രിക് കാറുകൾക്കും വേണ്ട ലോഹങ്ങൾ അടങ്ങിയ ചെറിയ കല്ലുകളാണ്. ഇവ സ്വന്തമാക്കാൻ പല രാജ്യങ്ങൾക്കും വലിയ താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ചൈന ഇതിന് കൂടുതൽ പ്രയോറിറ്റി നൽകുന്നതത്രേ. കൂടാതെ 2025 ചൈന കടലിനടിയിലെ ഇന്റർനെറ്റ് കേബിൾ റിപ്പയർ ചെയ്യുന്ന ഒരു റോബോട്ടിനെ അവതരിപ്പിച്ചിരുന്നു. ഈ റോബോട്ടിന് കടലിനടിയിലെ കേബിളുകൾ കണ്ടെത്താനും റിപ്പയർ ചെയ്യാനും ആവശ്യമെങ്കിൽ മുറിക്കാനും കഴിയും. ഈ സാധ്യത ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇതുവഴി ചൈനയ്ക്ക് ലോകരാഷ്ട്രങ്ങളെ ഭീഷണിപ്പെടുത്താനോ ലോകത്തിൻ്റെ ഇൻ്റർനെറ്റ് തന്നെ നിശ്ചലമാക്കാനോ സാധിക്കും. ഏതായാലും നിങ്ങൾക്കിതിനെപ്പറ്റി എന്തു തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഇതുവരെ മനുഷ്യന് പോകാൻ കഴിഞ്ഞ ഏറ്റവും ആഴമുള്ള സ്ഥലമാണ് ചലഞ്ചർ ഡീപ്പ്. പക്ഷേ നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്തതോ കണ്ടെത്താൻ കഴിയാത്തതോ ആയിട്ടുള്ള ഇതിനേക്കാൾ ആഴമുള്ള സമുദ്രഭാഗങ്ങൾ ഒരുപക്ഷെ ഇപ്പോഴും ഭൂമിയിലുണ്ടായിരിക്കും. നിങ്ങൾക്കെന്തു തോന്നുന്നു? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടു പോകരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.